ഇത്താ നിങ്ങൾ അജ്രക്കാണ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് എന്നും അജ്രക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാവുക? ഞങ്ങൾക്ക് കോട്ടനും വേണം. അജ്രക്കിൽ പ്രിൻറ്റ് മാറ്റം എന്നല്ലാതെ കളറ് മാറുന്നില്ലല്ലോ. റെഡ്, നേവി ബ്ലൂ, മെറൂണ്, കോഫി ബ്രൗണ്, ബ്ലാക്ക്, ഇതിലപ്പുറം ഒരു കളറുകളില്ല. അപ്പോൾ എടുക്കുന്നവർ ഒരു തവണ ഒരു കളർ എടുത്താൽ പിന്നെ അടുത്ത തവണ വേറെ കളർ മാറ്റാനല്ലേ നോക്കുള്ളൂ. പ്രിൻറ്റ് മാറ്റമുള്ളതൊക്കെ ചിലർ മാത്രമല്ലേ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് അങ്ങക്ക് കൊടുക്കുക. ഇടയ്ക്ക് കോട്ടനും കൊണ്ടരി എന്ന് പറഞ്ഞ് ബഹളം വെച്ചവർക്ക് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് കോട്ടനുകളാണ്. കോട്ടനിൽ നല്ല പ്രിൻ്റ് വരുന്ന ഐറ്റംസുകളാണ് ഇത്. വർദ്ധമാൻ, യൂണിവേഴ്സൽ, ശൈലജ, ഭാരത്, ഈ 4 ബ്രാൻഡിൻ്റെ ആണ്. നമ്മൾ കോട്ടൺ എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ എടുക്കേണ്ടതാണ്. ഇനി അജ്രക്കാണെന്നുണ്ടെങ്കിൽ ഹാർദിക്ക്, അതുപോലെ DCM, കുമാർ, ഈ 3 എണ്ണത്തിൻ്റെ ആണ് ഏറ്റവും നല്ലത്. ശൈലജയിലും അജ്രക്ക് ഇറങ്ങുന്നുണ്ട്, പക്ഷെ കൂടുതൽ മോഡലുകൾ കിട്ടിയിട്ടില്ല. അതുപോലെ കോട്ടണിൽ ഞാൻ മിക്സ് ആൻഡ് മാച്ച് എടുത്തിട്ടില്ല. മിക്സ് ആൻഡ് മാച്ചിൽ ഭംഗിയുള്ളത് കാണാതായപ്പോൾ എടുത്തിട്ടില്ല. ഇതൊന്നും സെറ്റായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടിക്കറ്റിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ആവശ്യക്കാർ വാട്സപ്പിൽ വന്നാൽ അവർക്ക് കറക്റ്റ് ഫോട്ടോസ് ഞാൻ വാട്സപ്പിൽ ഇട്ട് കൊടുക്കും. അതിൽ നിന്ന് ടിക്കറ്റിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക, അഡ്രസ്സ് വിടുക. പോസ്റ്റ് വഴിയാണെങ്കിൽ 4-ാം ദിവസം, കൊറിയർ വഴിയാണെങ്കിൽ 2-ാം ദിവസം നിങ്ങളെ കയ്യിലെത്തും. പോസ്റ്റ് വഴി പേയ്മെൻറ്റ് കുറവാണ്, കൊറിയർ വഴി കൊറിയർ ചാർജ് കൂടുതലാണ്. അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം നോമ്പൊക്കെ ആകുമ്പോൾ അടിക്കാനും എല്ലാത്തിനും മടിയാവും, ക്ഷീണവും കാര്യങ്ങളും. പ്രത്യേകിച്ച് ഇനി ചൂടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ വിശപ്പാണ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കാറില്ല. വിശപ്പും ക്ഷീണവും ദാഹവും എല്ലാം കൂടെ നോമ്പിൻ്റെതായിട്ടുള്ളൊരു ധൈര്യം പഠിച്ചോൻ തരും. എന്നാലും നമുക്ക് ക്ഷീണവും. അപ്പോൾ കുറച്ചൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കണോല് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നോക്കിക്കോളി. ഞങ്ങളൊക്കെ തുടങ്ങി. ഇതിൻ്റെ കൂടെ അജ്രക്കുണ്ട്. അജ്രക്ക് ഇപ്രാവശ്യം പുതിയത് ഞാൻ എടുത്തിട്ടില്ല. അജ്രക്ക് കഴിഞ്ഞ പ്രാവശ്യം ബുധനാഴ്ച എടുത്തതിലുള്ളത് കുറച്ച് പീസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കോട്ടന് കുറച്ചധികം ഓർഡറുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കോട്ടനാണ് എടുത്തിട്ടുള്ളത്. അജ്രക്കിൽ 320 ഉണ്ട്. ഇതിൽ 320 കിട്ടിയിട്ടില്ല. ഇതെല്ലാം 290 290 എന്ന് പറഞ്ഞാൽ 56 സൈസ് അടിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ടോപ്പാക്കിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ സെയിം പ്രിൻറ്റുകൾ എടുത്തിട്ട് കോഡ് സെറ്റ് ആക്കിയിട്ട് അടിക്കാം. ഇനി സെയിം 2 പീസ് ആക്കിയിട്ട് അടിക്കാം. അതുപോലെ പ്രിൻറ്റുകൾ മാറ്റിയിട്ടെടുത്തിട്ട് നമുക്ക് 3 പീസ് ആക്കിയിട്ട് അടിക്കാം, നൈറ്റി ആക്കിയിട്ട് അടിക്കാം. എന്തും നമ്മളെ ഇഷ്ടത്തിന് ഏതും അലുവയിലേക്ക് മത്തിക്കറി കൂട്ടണ പോലെ നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിൻ്റ് ചെയ്ത്. ഇപ്പോൾ ഉള്ള ഈ നേറ്റീവ് മെറ്റീരിയൽസുകളെ പ്രത്യേകത അതാണ്. അതുപോലെ മിക്സ് ആൻഡ് മാച്ച് എന്താ ചോദിക്കണ്ടേ? മിക്സ് ആൻഡ് മാച്ച് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ്. പക്ഷേ ഇപ്രാവശ്യം മിക്സ് ആൻഡ് മാച്ച് ഞാൻ എടുത്തിട്ടില്ല. കോട്ടൻ്റെ ഒരുപോലുള്ള പ്രിൻ്റുകളാണ് ഭംഗിയുള്ളത് തോന്നിയത്. എൻ്റെ കണ്ണിൽ ഭംഗി തോന്നിയാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ മലപ്പുറം ചെമ്മാടാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ചെമ്മാടിലേക്ക് നേരിട്ട് വന്നിട്ട് സാധനം കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റായിട്ട് ഞാൻ വീട്ടിലേക്ക് ആരെയും വരുത്താറില്ല. ഫോട്ടോസ് അയച്ചു കൊടുക്കും, അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യും. അത് ചെമ്മാട് സ്റ്റാൻഡിലേക്കോ അവർക്ക് എളുപ്പമുള്ള സ്ഥലത്തേക്കോ എത്തിച്ചു കൊടുക്കും. അവിടുന്ന് പേയ്മെൻറ്റ് വാങ്ങും. അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് അയക്കുന്നവർക്ക് പേയ്മെൻറ്റ് ആദ്യം ഗൂഗിൾ പേ ചെയ്യണം. ഇന്നലത്തെ വീഡിയോക്ക് ഒരാളൊരു കമൻ്റ് ഇട്ടതാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയതാണ്, കുറച്ച് കാലം മുന്നേ തുടങ്ങിയതായിരുന്നു. എന്നിട്ട് കുറച്ചൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ ഇപ്പോൾ ആർക്കും വീട്ടിലേക്ക് വേണ്ട, കടയിലത്തത് മതി. നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വില തീരെ കാണുന്നില്ല. തുണിൻ്റെ വില പോലും തരാൻ പറ്റാത്ത ആളുകളാണ് ഞാൻ തുടങ്ങിയ നഷ്ടത്തിൽ കൊടുത്തത്. അപ്പോൾ ഇവർ പറഞ്ഞത് മുഴുവൻ ശരിയാവും, പക്ഷേ ഇവർ ഒരുപാട് തെറ്റ് ആദ്യം ചെയ്തിട്ടുണ്ടാവും. തെറ്റെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് കടം കൊടുത്തിട്ടുണ്ടാവും, രണ്ടാമത്തത് കടയിലേക്കാളും നമുക്ക് വില കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ട് വില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് 500-600 കൊടുത്തിട്ട് വാങ്ങിയ സാധനം പിറ്റേ ദിവസത്തേക്ക് തന്നെ കളർ ഇളകുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ടോ? ഏറ്റവും റേറ്റ് കൂടുതലുള്ള തുണികൾ വരെ എന്താവുന്നുണ്ട്, കളർ ഫെയ്ഡും പ്രശ്നങ്ങളും വരുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കൂല. കടയിൽ പോയിട്ട് നമ്മൾ ഒരുപാട് വില പേശോ, അത് ഇത്രക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം, അത്രക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. നേരെ മറിച്ച് നമ്മളെ മുന്നിലേക്ക് വരുന്ന ഈ തമിഴത്തികളുണ്ട്, അങ്ങനെയുള്ള
ചേച്ചിമാർ വരാറുണ്ട്, ചേട്ടന്മാർ വരാറുണ്ട്, ഇക്കന്മാർ വരാറുണ്ട്, നൈറ്റിയൊക്കെ ആയിട്ട് ആ ചോട്ടുകാർ എന്ന് പറയും. അപ്പോൾ അവരൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം പെയ്യും. ഓലൊരു 300 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 ആ മാക്സി വാങ്ങിയിട്ട് വരെ നമ്മൾ വില പേശും. നേരെ മറിച്ച് കടയിൽ പോകുമ്പോൾ നമുക്കത് സ്റ്റാൻഡേർഡ് കുറവാണ്, നമ്മളത് പറയൂല. അത്രയേ ഉള്ളൂ. ഇതിലും വില കുറച്ച് പറയേണ്ടത് ഒരു കസ്റ്റമറെ കാര്യമാണ്. ഓൽക്ക് പൈസ കുറച്ച് കിട്ടിയാലത് കാര്യമായി. ഒന്നും വേണ്ട, ഓല സ്ഥാനത്ത് നമ്മളെ ചിന്തിച്ചാൽ മതി. നമ്മളെന്താ ഒരു ഷോപ്പിൽ പോയാൽ നോക്കുക, 6 വില പറഞ്ഞിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ് നോക്കിയിട്ടില്ല നമ്മളെടുക്കുക. അപ്പോൾ അതുപോലെ വില കുറച്ച് കിട്ടണം എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തയാവും. അതിനൊരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വില കൂടിയാലും ക്വാളിറ്റിയും അതുപോലെ മോഡലും അടിച്ച് അവരെ മനസ്സിലേക്ക് ഒരു സ്ഥാനം എടുക്കേണ്ടത് നമ്മളെ കടമയാണ്. അതാണ് ബിസിനസ്. ഏത് വേണ്ടാന്ന് പറഞ്ഞ പോലെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റുന്ന എന്താണ്, നമ്മൾ നല്ല സെലക്ഷൻസ് കൊണ്ടുവരിക, നല്ല എവിടെയും കാണാത്ത കളക്ഷൻസ് കൊണ്ടുവരിക. അതുപോലെ അവർ പറയുന്ന എല്ലാ മോഡലിലും ഉള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, കടം കൊടുക്കാതിരിക്കുക. അപ്പോൾ കടം കൊടുക്കുക, അതുപോലെ നമ്മൾ ചോദിക്കാതെ നിൽക്കുമ്പോൾ എന്താണെന്നറിയോ, ചിലർ വിചാരം എന്താണ്, കടം കൊടുക്കുമ്പോൾ അത് നമ്മളെ വലിയ മനസ്സാന്ന് പോലും വിചാരിക്കും, നമ്മളോട് നല്ല സ്നേഹത. അതിന് നേരെ മറിച്ച് ഓല മനസ്സിലത് എന്താവും, അതൊരു പൊട്ടത്തിയാണ്, അത് കടക്ക് തരും, അത് പൈസ ചോദിക്കും കൂടില്ല. പക്ഷെ നമ്മൾ അറിയണ കുറേ ആൾക്കാരാണ് നമ്മൾ അങ്ങനെ പറയേണ്ടി കേൾക്കുന്നതാണ്. അതെന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, മാക്സി കീറുമ്പോൾ കൊടുത്താൽ മതിയാവും ഓക്ക് പൈസ. അങ്ങനെയുള്ളവർക്ക് നമ്മളെന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം വന്നാൽ അത് കൊടുത്തിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകരുത്. പിന്നെ അവർ ചോദിക്കുമ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് സാധനം പൈസ കൊടുക്കാതെ വാങ്ങിപ്പിക്കേണ്ടതാണ്, ആഴ്ചയിൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തുണീൻ്റെ പൈസ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അപ്പോൾ ഞാനിപ്പോൾ കടം കൊടുക്കില്ലാന്ന് മൊത്തം നോക്കി തന്നെ പറയണം. നിങ്ങളെ കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങളെ പറ്റിക്കാൻ ആരും വരൂലല്ലോ. നേരെ മറിച്ച് നിങ്ങളെ പറ്റിക്കാനുള്ള അവസരം എന്നും ഉണ്ട് എന്നുള്ളത് നിങ്ങളെ സ്വയം നിങ്ങളെ വില കളയേണ്ട നിങ്ങളൊരാളാണ്. അപ്പോൾ ബിസിനസ്സിൽ ഏറ്റവും വേണ്ടത് ക്ഷമ, അതുപോലെ ശ്രദ്ധ, കോൺഫിഡൻസ്. ഈ 3 ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ ആവുമോ? ഇന്നിപ്പോൾ നമുക്കൊരു 2000-3000 റുപ്യേൻ്റെ കച്ചവടം നടന്ന് നാളെ അതുപോലെ നടക്കണം നമ്മൾ വാശി പിടിക്കരുത്. നാളെ നടക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പരിശ്രമിക്കുക, എന്നും പരിശ്രമിക്കണം. അത് എനിക്ക് ഒരു 5 സെയിലായി കഴിഞ്ഞപ്പോൾ അത് മതിയെന്ന് വെച്ചിട്ട് നമ്മൾ ഇത് വിടരുത്. ആ 5 സെയിലാവാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തത്, ആ കാര്യങ്ങൾ വീണ്ടും അതേ ഇതിൽ ഫോളോ ചെയ്ത് പോവുക. ഫോളോ അപ്പും വേണം. അതുപോലെ ഒരാൾ എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അയാൾ എടുക്കൂലെന്ന് നമ്മളാണ് വിചാരിക്കുക. ഇപ്പോൾ മുൻവിധികളൊക്കെ നിർത്തിയിട്ട് പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക. അവരോട് ചോദിക്കുക, ഞങ്ങളെടുത്ത ആ മോഡലല്ലാത്ത വേറെ മോഡൽസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കരുത്, നിങ്ങൾ നൈറ്റി എടുക്കുമ്പോൾ ഞാനതിൽ കുറച്ച് തരുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ സപ്പോർട്ടും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മാക്സി എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ പറ്റണവർക്കൊക്കെ ഇവർ ഷെയർ ചെയ്യും. അങ്ങനെ പരസ്പരം ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുക. നമുക്ക് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വാട്സപ്പിൽ നിങ്ങൾ ഏത് റേറ്റിനാണ് കൊടുക്കുകയെന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ റേറ്റ് പറയുമ്പോൾ അടുത്ത സെക്കൻഡിൽ ഒരു ഡയലോഗ് അടിക്കേണ്ടി വരും. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ആ റേറ്റിനൊക്കെ പോകും, പക്ഷേ നമുക്ക് അങ്ങനെ പോകില്ല. നമ്മൾ സാധാ റേറ്റ് പറഞ്ഞാൽ തന്നെ നമ്മളോട് ചാടിക്കൊരക്കണ ആൾക്കാരാണ് നമ്മളെ കൂടെ ഉള്ളത്. ഓൽക്ക് നല്ലത് വേണേനും എന്നാലും പൈസ തരാനും പാടില്ല. അതൊക്കെ നമ്മളെ വില ഇല്ലാതാക്കേണ്ടതാണ്. നമ്മൾ കച്ചവടം കിട്ടണമെന്ന് വെച്ചിട്ട് ഏറ്റവും വില കുറച്ച് കൊടുക്കണോണ്ടുള്ള പ്രശ്നം മാത്രം. അഡ്ജസ്റ്റ് ചെയ്യരുത് എന്നല്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിന് ബാധിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അത്രയേ ഉള്ളൂ. ഏതെല്ലാം രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മാർക്കറ്റ് ചെയ്യാം. സ്വന്തം നാട്ടിൽ മാത്രം നോക്കാതെ തൊട്ടടുത്തുള്ളവരൊക്കെ ഓരോ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഓരോ വീട്ടിലേക്കുള്ളത് കൊടുത്തേക്കുക. അങ്ങനെയൊക്കെ മാറി ചിന്തിക്കുക, പറ്റുന്ന എല്ലാ വഴികളും തേടുക. പരിശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ആദ്യം തന്നെ വേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മനസ്സിൽ ജീവിക്കാൻ പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ മറന്നുപോകല്ലേ. താങ്ക്